അപ്പോൾ ഗൈസ് ഇന്ന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പീരീഡ്സായി. മൈ പീരീഡ്സ് ഫസ്റ്റ് ഡേ ആണ്. കഴിഞ്ഞ തവണ നേപ്പാളിൽ അന്നപൂർണ്ണ സർക്യൂട്ട് ചെയ്യുന്നതിനിടയിൽ പീരീഡ്സ് വന്നിട്ടാണ് അതെനിക്ക് ഗിവ് അപ്പ് ചെയ്യേണ്ടി വന്നിരുന്നത്. അപ്പോൾ പ്രാവശ്യം ഞാൻ കുറച്ച് അധികം എന്താ പറയുക ചെപ്പടി വിധികളൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. പീരീഡ്സ് എന്തായാലും വരുമല്ലോ, അപ്പോൾ അതിനെ മാനേജ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസൊക്കെ കയ്യിലുണ്ട്. അത് വെച്ച് സർവൈവ് ചെയ്യാൻ നോക്കണം. നമ്മൾ നാംചെ ബസാറിൽ നിന്ന് ഹൈക്കിങ് തുടങ്ങി. ഇന്ന് അക്ലമൈറ്റൈസേഷന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അസെൻഡ് ചെയ്ത് ഡിസെൻഡ് ചെയ്യാണ്, ഒന്ന് കയറി ഇറങ്ങുകയാണ്. ഇങ്ങനെ തന്നെയാണ് കേട്ടോ ട്രെയിൽ, കയറ്റം തന്നെയാണ്. അപ്പോൾ മെല്ലെ മെല്ലെ പോയി നോക്കട്ടെ. ഇതാണ് നമ്മുടെ നാംചെ ബസാർ. ആ പേരുള്ള പോലെ തന്നെ വലിയൊരു ബസാറാണ്. എല്ലാം കിട്ടുന്ന വലിയൊരു വില്ലേജ്. അടിപൊളിയല്ലേ? വ്യൂ കാണാൻ തന്നെ അടിപൊളിയാണ്. സ്കൂളാണല്ലോ. അങ്ങനെയുള്ള കയറ്റാണ് കേട്ടോ, കല്ല് വെച്ചിട്ടുള്ള കയറ്റം കണ്ടോ, ഒരേ കയറ്റം. അടിപൊളി. എന്ത് രസമല്ലേ ഫ്ലാഗ് ഇങ്ങനെ പറക്കുന്നത് കാണാൻ. ഓ വാവ്. അവിടെ ആ മേഘങ്ങൾ കണ്ടോ, അത് മൂടിയത് കൊണ്ടാണ് കാണാത്തത്. അതിൻ്റെ ബാക്കിൽ ഫുള്ള് അവിടെ ഹിമാലയാസാണ്. താഴെയൊക്കെ അവിടെയൊക്കെ, പക്ഷേ ഈ സമയമായപ്പോഴേക്കും മേഘം കൊണ്ട് മൂടി. പിന്നെ ആ കാണുന്ന നമ്മുടെ നാംചെ ഫ്ലാഗ് ഇവിടെ പറന്നുകൊണ്ടിരിക്കുന്നു. എന്താ അല്ലേ? ഞാൻ നല്ല വെയിലാണ്, അപ്പോൾ നമ്മളുടെ ഇതൊക്കെ വെച്ചിക്ക്, ഗ്ലാസ്സൊക്കെ വെച്ചിക്ക് സെറ്റാണ്. ഓ അപ്പോൾ ഹൈറ്റുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളിന്നൊന്ന് നന്നായിട്ടൊന്ന് അസെൻഡ് ചെയ്യും, കയറും. 3400 3700 800 കയറും, എന്നിട്ടൊന്ന് ഇറങ്ങും. ആ ബോഡി ആ ഹൈറ്റായിട്ടൊന്ന് പൊരുത്തപ്പെടും. സോ ഇന്ന് നമ്മളെ ട്രെയിൽ ഇങ്ങനെയാണ് കണ്ടോ, കുത്തനുള്ള കയറ്റം. സിരിസ് താഴെ കാണുന്നതാണ് നാംചെ ബസാർ. അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന കുത്തനുള്ള സ്റ്റെപ്പ് കയറ്റം. ഇവിടെ നോക്കുമ്പോൾ നാംചെ ബസാർ കാണാൻ എന്ത് രസമല്ലേ. ആൻഡ് ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടോ മേഘങ്ങൾ ഫുള്ള് മൂടിയിരിക്കുകയാണ്, പക്ഷേ സ്റ്റിൽ യു ക്യാൻ സീ കണ്ടോ. ആരാ അത്? ഹിമാലയാസ്. പിന്നെ ഫുൾ മൗണ്ടെയിൻസ്. എങ്ങനെ നോക്കിയാലും മജ തന്നെ മജ. ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കാണുന്നില്ലേ? എന്ത് രസം അറിയോ കാണാൻ, അടിപൊളിയാണ്. സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, കാരണം നല്ല വെയിലാണ്, ഗ്ലെയർ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഓൾ ഗുഡ്. പീരീഡ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഗുഡ് ഗോയിങ് വെൽ. അങ്ങനെ ഓ ഫുള്ളായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ. നോക്ക്, കാണുന്നില്ലേ? അതാണ് നമ്മളാള്. ഓ അപ്പോൾ നമ്മൾ കയറി എവിടെ എത്തി അറിയോ? ഹിയർ സാങ്പോച്ചയിലെത്തി. സാങ്പോച്ച അറിയുമ്പം 3860 മീറ്റർ. സോ 3440 നമ്മൾ 3860 നമ്മളെന്തിനാ 3800 നമുക്ക് ഈ ഹൈറ്റായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ. സോ ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ മെല്ലെ മെല്ലെ താഴ്ത്തിക്ക് ഇറങ്ങണം. അപ്പം നമ്മളെ ബോഡി ഒന്ന് സെറ്റാവും. ഇതാണ് കേട്ടോ സ്ഥലം, സാങ്പോച്ച. ഏതാണ് ഒരു കുന്നിൻ്റെ മണ്ട, അല്ല എന്താ. നമ്മൾ ആ വിടുന്ന് താഴ്ത്തുന്ന വരുന്നത് കാണൂല, നാംചേനി കാണൂല. ഇവിടെ ഈ ഹോട്ടലിൻ്റെ മെനു ആയത് ടുഡേ സ്പെഷ്യൽ ടിബറ്റൻ ബ്രെഡിന് പീനട്ട് ബട്ടർ കൂടെ ഉണ്ടെങ്കിൽ 400 രൂപ. പിന്നെന്താ സ്പ്രിംഗ് റോളിന് 700, ഗാർലിക് സൂപ്പ് 600.
ഓരോ വിഷയങ്ങൾ. ആ മെനു ഉണ്ടോ? ഈ അവിടുത്തെ ഒരു മെനു ഉണ്ട്. ഗാർലിക് സൂപ്പിനൊക്കെ 700 റുപ്യ. ഓ ആമഡാൾപ്പ് അടിപൊളിയാല്ലേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്യാങ്ബോച്ചയിലാണ്. സ്യാങ്ബോച്ചെ 3700 നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. എവറസ്റ്റ് വ്യൂ പോയിന്റ് നിൽക്കുന്നുണ്ട്. എന്തോരം വീഡിയോസ്, എന്തോരം അവിടെ എനിക്കറിയില്ല, എനിക്ക് കിട്ടുന്ന പോലത്തെ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല. പക്ഷെ ഇവിടെ കണ്ടല്ലേ ഭയങ്കര അടിപൊളിയാണ്. കുറെയൊക്കെ ക്ലൗഡ് കണ്ടും എനിക്ക് തോന്നുന്നില്ല ഇത്രയും വലിയ ലഗേജും ഇത്രയും എഫേർട്ടും ഇത്രയും കഷ്ടപ്പെട്ട് കയറിയാൽ അത് വെറുതെ ആയി പോകുന്ന എനിക്ക് ഒരിക്കലും തോന്നില്ല. ബിക്കോസ് ഹിമാലയാസ് ആർ ഹിയർ. ഇവിടെ ഹിമാലയാസ് ഉള്ളിടത്തോളം കാലം ഈ കയറുന്നതിനൊന്നും നിങ്ങൾക്ക് പരാതി ഉണ്ടാവില്ല. പിന്നെ മൊത്തത്തിൽ കേട്ടോ മൗണ്ടെയിൻസ് ആണ്. നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. ഇത് ഫുൾ മൗണ്ടെയിൻസ്, പിന്നെ നമ്മുടെ ഹിമാലയാസ്. സോ ദാറ്റ്സ് ദ തിങ്. ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ഞാൻ പീരീഡ്സ് ഫസ്റ്റ് ഡേ ആണ്. ഒരു പീരീഡ്സ് ഫസ്റ്റ് ഞാൻ നടക്കുന്ന എല്ലാ ബുക്കുകളും ഒരു ദിവസം കിടന്ന് വയറുവേദനക്കെടുത്ത് വേദനിച്ച് കരയായിരിക്കും. ഇപ്പൊ ഒരു ഫസ്റ്റ് ഡേ ആയിട്ട് ഞാൻ കിടന്നിട്ട് പോയില്ല. പക്ഷേ സന്തോഷം. കാരണം അത്രയ്ക്കും നല്ല കാഴ്ചകളാണ് ഇവിടെ കിട്ടാറുണ്ട്. ഇറ്റ്സ് അമേസിങ്. ഒരിക്കലും നിങ്ങളെ എഫേർട്ട് വെറുതെ ആവില്ല. ഇഫ് യു ആർ ഡൂയിങ് ദിസ്, യുവർ എഫേർട്ട് ഇറ്റ്സ് വർത്ത്. നമുക്ക് ബോർഡ് കാണാം കേട്ടോ. നമ്മളിപ്പോൾ നാംചേന്നാണ് വരുന്നത്. നമ്മൾ പോകാനുള്ള കുംചുങ്ങാണ്. കുംചുങ് ഫോർ അക്ലമാറ്റൈസേഷൻ. സോ ദിസ് ഈസ് ദ വേ. ഓക്കെ. കുംചുങ്ങിലേക്ക് കുംചുങ്ങിലേക്ക് പോകുന്ന വഴിയാട്ടോ. രണ്ട് സൈഡിലും ഇങ്ങനത്തെ മഞ്ഞ പൂക്കളും നല്ല രസമുണ്ട്. വഴി നല്ല രസമുണ്ട്, കൊള്ളാം. പക്ഷെ നല്ല കോടയാണ്, തണുപ്പടിച്ചിട്ട് കയ്യൊക്കെ മരവിക്കുന്നു വിഷയം. പക്ഷെ കാണാൻ രസമല്ലേ പോണ റൂട്ടിൽ ഇതേപോലത്തെ മരങ്ങളും. എനിക്കിഷ്ടമായി, കൊള്ളാം. നോക്കൂ ഇതാ അവിടെ കാണുന്ന കുറേ വീട് കണ്ടോ? ആ വില്ലേജാണ് നമ്മളുടെ കുംചുങ് വില്ലേജ്. 3790 മീറ്റർ ഉയരത്തിൽ കിടക്കുന്ന കുംചുങ് വില്ലേജ്. സോ വി ആർ ഹിയർ ഓൾമോസ്റ്റ്. ഓക്കെ കുറേ ചെടികളുണ്ട് കേട്ടോ. അതിൽ തന്നെ തണുപ്പിലൊക്കെ ഉണ്ടാവുന്ന ഒരു വയലറ്റ് കളറുള്ളൊരു പ്രത്യേക പൂവ്. നോക്ക്, അടിപൊളിയല്ലേ? നല്ല രസമുണ്ട് കാണാൻ. റിയലി ബ്യൂട്ടിഫുൾ. ഫുള്ളും നല്ല മരങ്ങളും പച്ചപ്പൊക്കെ ഉള്ളൊരു അടിപൊളി വില്ലേജ് കണ്ടോ. കുറേ മരങ്ങൾ, കുറേ ചെടികൾ, മൗണ്ടെയിൻസ്, അവിടെ ആയിട്ട് വില്ലേജ് കാണുമ്പോൾ തന്നെ വൃത്തി അല്ലേ? എല്ലാ വീടും ഒരേപോലെ കണക്കിന് നല്ലൊരു വില്ലേജ്. എനിക്കിഷ്ടമായി.
ഇപ്പം നമ്മൾ കഞ്ചുമ, നേരത്തെ നമ്മളെത്തിയത് കുംചുങ്ങായിരുന്നു. കുംചുങ്ങിന്ന് നമ്മളിപ്പം കഞ്ചുമ എന്ന വില്ലേജിലോട്ട് പോവാണ്. കഞ്ചുമ, KYAN ജുമ, കഞ്ചുമ. സോ അത് ആകെ ഒരു 15-20 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. ഉള്ളത് പറയാലോ, ഞാൻ ഭയങ്കര ടയേർഡായിട്ടുണ്ട്. പീരീഡ്സ് ഫസ്റ്റ് ഡേ അല്ലേ, റെസ്റ്റ് എടുക്കുന്ന ഡേ ആണ് ആക്ച്വലി. പക്ഷേ കുറേ ഹൈക്ക് ചെയ്തു. 3440 3800 പ്ലസ് മീറ്റേഴ്സിൽ ഹൈക്ക് ചെയ്തു. സോ ഭയങ്കര ടയേർഡാണ്. അത്യാവശ്യം നന്നായിട്ട് ഇന്ന് നടന്നിട്ടുണ്ട്. ഭയങ്കര ക്ഷീണം പിടിച്ചു പോയിട്ടുണ്ട്. ആൻഡ് ഉച്ചയ്ക്ക് ശേഷം ഫുള്ള് ഭയങ്കര കോടയായിരുന്നു, തണുപ്പായിരുന്നു. തണുപ്പടിച്ചടിച്ചടിച്ച് ബോഡി ഐ തിങ്ക് കുറച്ച് വീക്കായിട്ടുണ്ട്. ഇനി പോയിട്ട് ഇപ്പോൾ ചായക്കടയിൽ ചായയും പറഞ്ഞിരുന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങി തൂങ്ങി. ബോഡി ടയേർഡാണ് അർത്ഥം. സോ ഇന്ന് വേണം നന്നായിട്ടൊന്ന് ഉറങ്ങാൻ, റെസ്റ്റ് എടുക്കാൻ. അപ്പോൾ തണുപ്പാണ് ഗൈസ്, ഭയങ്കര തണുപ്പാണ്. മീൻസ് ഐ ഡോണ്ട് നോ, ഐ ഫെൽറ്റ് ബാഡ്. എനിവേയ്സ് കഞ്ചുമ ഇപ്പോൾ എത്തുമായിരിക്കും. ആൻഡ് ഐ എം ഹോപ്പിംഗ് ഇന്ന് രാത്രി റെസ്റ്റ് എടുക്കാൻ പറ്റും. ഓക്കെ.